പ്രൈസ് ദ ലോർഡ്. മശിഹായുടെ പ്രത്യക്ഷത. മത്തായി മുതൽ യോഹന്നാന്റെ സുവിശേഷം വരെയുള്ള 4 സുവിശേഷ ഗ്രന്ഥങ്ങളിലാണ് കാലങ്ങളായി കാത്തിരുന്ന മശിഹ പ്രത്യക്ഷപ്പെടുന്നത്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ നാം ദർശിച്ചു തുടങ്ങുന്നത് ലൂക്കോസ് 2-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ. പ്രാണരക്ഷാർത്ഥം മിസ്രൈമിലേക്ക് പലായനം ചെയ്യുന്ന മാതാപിതാക്കൾക്കൊപ്പമായി നാം മശിഹയെ കാണുന്നു മത്തായി 2-ാം അധ്യായം 13-ാമത് വാക്യത്തിൽ. ശിശുവിന് ദോഷം വരുത്തുവാൻ ശ്രമിച്ചവർ മരിച്ചുപോയ ശേഷം മടങ്ങി വരുന്ന മശിഹയെ മത്തായി 2-ാം അധ്യായത്തിൽ ചരിത്രരേഖയായി നാം കാണുന്നു. ന്യായപ്രമാണത്തിലെ ഗാഢമായ അറിവുമായി ആലയത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മശിഹായെ നാം കാണുന്നത് ലൂക്കോസ് 2-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള രേഖകളിലാണ്. പിന്നെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് 18 കൊല്ലം നസ്രേത്തിലെ വീട്ടിൽ പാർക്കുന്ന മശിഹായെ ലൂക്കോസ് 2-ാം അധ്യായം 51-ാമത് വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 30 വയസ്സുള്ളവനായി പിന്നെ നാം യേശുവിനെ കാണുന്നത് ലൂക്കോസ് 3-ാം അധ്യായം 23-ാമത് വാക്യത്തിലാണ്. സ്നാപക യോഹന്നാൻ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പരസ്യമായി പരിചയപ്പെടുത്തുന്നു യോഹന്നാൻ 1:29. തുടർന്ന് യഹൂദ മരുഭൂമിയിലും ഗലീലയിലെ തീരപ്രദേശങ്ങളിലും പാലസ്തീൻ്റെ ഗ്രാമവീഥികൾ, പട്ടണപ്രാന്ത പ്രദേശങ്ങൾ, കുന്നുകൾ, താഴ്വരകൾ, തോട്ടങ്ങൾ, പള്ളികൾ, വീടുകൾ, പടകുകളിൽ, പുൽപ്പുറങ്ങളിൽ എല്ലായിടത്തും മശിഹായെ നേരിട്ട് ദർശിക്കുവാൻ കഴിയും. സുവിശേഷ ഗ്രന്ഥങ്ങളുടെ ഒടുവിലത്തെ താളുകളിൽ എത്തുമ്പോൾ ഗത്സമനയിൽ പിടിക്കപ്പെട്ടവനായും, ഗബദയിൽ തകർക്കപ്പെട്ടവനായും, ഗോൽഗോഥായിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട പ്രാണനെ പിതാവിങ്കലേക്ക് ഭരമേൽപ്പിക്കുന്നതായും നാം ദർശിക്കുന്നു. സുവിശേഷ ഗ്രന്ഥങ്ങളിൽ യേശുവിൻ്റെ പ്രസംഗങ്ങളും മാത്രമല്ല പഠനങ്ങളും നാം നേരിട്ട് കേൾക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുവിനെ കുറിച്ചുള്ള 20 പ്രസംഗങ്ങൾ അത് ദീർഘമായതും ഹ്രസ്വമായതും നാം ശ്രവിക്കുന്നു. അത് മാളിക മുറി മുതൽ കൂലിക്ക് വാങ്ങിയ വീടുവരെ, റോമാ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ യേശുക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്രത്തെ നമുക്ക് വിശകലനം ചെയ്തു തരുന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കവും ദൈവത്വത്തിൻ്റെ മഹത്വവുമാണ് ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. യേശുവിൻ്റെ അവതാരം, കാൽവരിയിലെ പരമയാഗം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം, പുനരാഗമനം എന്നീ മഹത്തായ വിഷയങ്ങളിലൂടെ ക്രിസ്തു എന്ന പരിജ്ഞാനം നമുക്ക് ആർജിക്കുവാൻ പര്യാപ്തമാകുന്നു. മശിഹായുടെ രാജവാഴ്ചയും യുഗാന്ത്യ സംഭവങ്ങളുമെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു.